ഹലോ, ഞാൻ ഓണത്തിന്റെ വീഡിയോയിലേ പറഞ്ഞായിരുന്നല്ലോ, ഞങ്ങളുടെ ഓണം ശരിക്കും തിരുവോണമല്ല 28 ഓണമാണെന്ന്. അപ്പം ഓണാട്ടുകാരക്കാർക്ക് പ്രത്യേകിച്ച് അത് പറഞ്ഞു തരേണ്ട കാര്യമില്ല. ബാക്കിയുള്ളവർ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ശരിക്കും തിരുവോണം കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ നോക്കിയിരിക്കുന്ന ഒരു സമയമാണ് കേട്ടോ, കന്നിമാസത്തിലെ തിരുവോണം. അത് 28 ഓണം എന്ന് പറഞ്ഞ് ഞങ്ങൾ ആഘോഷിക്കുന്ന ഉത്സവമാണ്. എൻ്റെ പാലുകാച്ചലിന് പോയ വ്ളോഗ് കണ്ടവർക്കറിയാം, എത്രയോ ദിവസം മുന്നെയാണ് ഞാൻ ആ വ്ളോഗ് ഇടുന്നത്. ആ സമയം തൊട്ടേ നമ്മൾ കാളകെട്ടും ലൈറ്റും ഭയങ്കര ബഹളവും ഉത്സവം തന്നെയാണ്. നമുക്ക് ഓണം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ തൊട്ടേ നമ്മുടെ കാളമുട്ടിലെ പരിപാടികളും ഒക്കെ ആയിട്ട് ഭയങ്കര ഉത്സവമാണ് കേട്ടോ. അപ്പം ഈ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നത് തലേ ദിവസത്തെ കാളമുട്ടിലെ കുറച്ച് പരിപാടികളും 28 ഓണത്തിന്റെ ദിവസത്തെ പ്രോഗ്രാംസും എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്താണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ. നമ്മൾ 28 ഓണത്തിന്റെ തലേ ദിവസം നമ്മുടെ കാളമുട്ടിൽ സദ്യയൊക്കെ ഉണ്ട്, നമ്മൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അതിന് മുന്നത്തെ ദിവസങ്ങളിലെല്ലാം കഞ്ഞിയും പുഴുക്കും അസ്ത്രവും അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റ്, എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ്. എനിക്കാണെങ്കിൽ ഈ വട്ടം സദ്യ കറക്റ്റ് രീതിക്ക് കഴിക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാൻ എപ്പോഴും ഇലയിൽ എന്തെങ്കിലുമൊക്കെ ബാക്കി വെക്കാറുണ്ട്. ഈ വട്ടം ഞാൻ ഒന്നും വെച്ചില്ല, പരിപ്പും ചോറും കഴിച്ചു, എന്നിട്ട് സാമ്പാർ കഴിച്ചു, എന്നിട്ട് പായസം എല്ലാം കുടിച്ചിട്ട് പുളിശ്ശേരിയും മേടിച്ച് കംപ്ലീറ്റ് കഴിച്ചിട്ടാണ് കേട്ടോ ഇല മടക്കിയത്. എന്നിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ വന്ന് കുളിച്ച് റെഡിയായി വൈകിട്ട് കാളമൂട്ടിലോട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അവർ രണ്ടുപേരും സ്വന്തം വണ്ടി കയറി, ഞങ്ങൾ പിന്നെ നടന്ന് അപ്പുറത്തോട്ട് വന്നു. തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഇതെല്ലാം. പിന്നെ അവർ ചുമ്മാ കയറി അങ്ങ് പോയെന്നുള്ളതേ ഉള്ളൂ വണ്ടിയിൽ. അപ്പോൾ ആദ്യം നമ്മൾ വന്നത് നമ്മുടെ തൊട്ടപ്പുറത്തെ കാളമൂട്ടിലോട്ടാണ് കേട്ടോ. നമ്മുടെ സ്വന്തം കാളയാണ് ഇത്, അമ്പലക്കര കൊമ്പൻ എന്നാണ് പേര്. അപ്പം അവിടെ ഇന്ന് നമ്മുടെ വല്യമ്മയുടെ ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, നാസരമൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാ വർഷവും മുടങ്ങാതെ പറയിടുന്നതാണ് കേട്ടോ. അത് വന്ന് ഈ വട്ടവും കഴിഞ്ഞ വട്ടമൊക്കെ ഭയങ്കര ഗ്രാൻഡ് പരിപാടിയായിരുന്നു കേട്ടോ തലേ ദിവസം. ഈ വട്ടം എന്തോ അത് നടത്താൻ പറ്റിയില്ല ഒരുപാട് ഗ്രാൻഡായിട്ടൊന്നും. എന്നാലും കാളയുടെ എടുപ്പൊക്കെ കണ്ടോ, നല്ല ഭംഗിയുള്ള കാളയാണ്. അപ്പം ഈ വട്ടം ഒരു കരോക്കെ ഗാനമേളയൊക്കെ ആയിരുന്നു കേട്ടോ, അല്ലാതെ വലിയ ഒരുപാട് പരിപാടിയൊന്നും ഇല്ലായിരുന്നു. കഴിഞ്ഞ വട്ടം അടിപൊളി ഗാനമേളയും ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ പുഴുക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അവിടുന്ന് പുഴുക്കൊക്കെ മേടിച്ച് കഴിച്ച് കുറേ സമയം അവിടെ ഇരുന്നേ. നമ്മുടെ അച്ചോണന്റെ സ്വന്തം കാളയാണ് കേട്ടോ. അച്ചോണുള്ളപ്പോഴാണ് കഴിഞ്ഞ വട്ടമൊക്കെ നമ്മൾ ഫുൾ ടൈം ഇവിടെ തന്നെ ആയിരുന്നു. അപ്പോൾ അപ്പോഴത്തേന് 10 മണിയായിട്ടുണ്ടായിരുന്നു. 10 മണിയൊക്കെ ആയപ്പോഴത്തേന് നമ്മൾ കാലഭൈരവന്റെ അടുത്തോട്ട് പോകാമെന്നും പറഞ്ഞ് അവിടുന്ന് പതുക്കെ ഇറങ്ങി കാലഭൈരവന്റെ അടുത്തോട്ട് പോകണേ. അപ്പോൾ ഞാൻ കാലഭൈരവന്റെ അടുക്ക നിന്നുകൊണ്ട് ഒരു ലൈവ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വന്ന് കുഞ്ഞാച്ചിക്ക് കുറച്ച് സാധനം വേണമെന്നും പറഞ്ഞ് അവൾ മറ്റേ മാജിക് സ്ലേറ്റ് ഉണ്ടല്ലോ, അതൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അവളോടാണെങ്കിൽ എഴുതി നോക്കാനെന്ന് പറഞ്ഞാണ് കേട്ടോ. പക്ഷെ അവൾ പറഞ്ഞ് അവൾക്ക് ഉണ്ടായിരുന്നെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയിട്ട് അത് തെളിയുന്നില്ലായിരുന്നു. അങ്ങനെ കുറച്ച് സമയം കാലഭൈരവന്റെ അടുക്കൊക്കെ നിന്നിട്ട് നമ്മൾ എന്നാൽ വീട്ടിൽ പോകാമെന്നും പറഞ്ഞ് തിരിച്ചു പോവാണേ. അപ്പം നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് നമ്മുടെ കാളയുടെ മുന്നിൽ അപ്പോഴും ഭയങ്കര പാട്ടും ആഘോഷങ്ങളും ഒക്കെ നടക്കുകയാണ്. കുറച്ച് സമയം കൂടെ അവിടെ നിന്നിട്ട് നമ്മൾ നേരെ വീട്ടിൽ വന്ന് കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി കാണുന്നത് 28 ഓണത്തിന് അന്ന് രാവിലത്തെ കാര്യമാണ്. രാവിലെ 6 മണിയായപ്പോൾ കൃത്യം കറണ്ട് പോയിട്ടുണ്ടായിരുന്നു. ഇനി പിറ്റേന്ന് രാവിലെ മാത്രമേ കറണ്ട് വരത്തുള്ളൂ. അതിന് മുന്നേ തന്നെ എല്ലാവരും എണ്ണിട്ട് റെഡിയായൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. രാവിലെ ഒരു 10 മണി തൊട്ട് ഇങ്ങനെ കാളകൾ വന്നു തുടങ്ങും. അപ്പം ഈ റൂട്ടിൽ ഒച്ചറ അമ്പലത്തിലോട്ട് കയറുന്ന കാളകളെല്ലാം നമ്മുടെ വീടിന്റെ വാതിൽക്കൽ കൂടാണല്ലോ പോകുന്നത്. അപ്പം നമ്മൾ കാള വരുന്ന സമയമാകുമ്പോൾ അങ്ങോട്ട് നീങ്ങി നിന്ന് കാണും. എന്നിട്ട് പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഞങ്ങൾ നേരെ ഇവിടെ നോടി പേരമണ്ടയ്ക്ക് കയറുമായിരുന്നു കേട്ടോ. എന്നിട്ട് അവിടെ നിന്നും കാണുമായിരുന്നു, അങ്ങ് എത്തുന്നിടം വരെ ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. ഇപ്പൊ പേരമണ്ടയ്ക്കൊന്നും ഓടി കയറത്തില്ല എന്നുണ്ടെങ്കിലും അന്നപ്പോൾ കുഞ്ഞായിരുന്നപ്പോൾ എത്രത്തോളം എക്സൈറ്റ്മെന്റോടായിരുന്നു ഓടി വരുന്നത്, ഇന്നും അതേ എക്സൈറ്റ്മെന്റോട് കൂടി തന്നെയാണ് കേട്ടോ ഓടി വരുന്നതും കാണുന്നതും ഒക്കെ. അപ്പോൾ ഒരു ദിവസം മുഴുവൻ അല്ലെങ്കിൽ ഒരു ദിവസവും പിറ്റേന്ന് ഉച്ചവരെയൊക്കെ കറണ്ട് കാണത്തില്ല എന്നുണ്ടെങ്കിൽ പോലും ഞങ്ങൾക്ക് അതൊന്നും വലിയൊരു പ്രശ്നമായിട്ട് തോന്നാറില്ല. കാരണം ഇതൊക്കെ തന്നെയാണ്, ഭയങ്കര രസമാണ് കേട്ടോ. ആ ദിവസം പോകുന്നത് പോലും നമ്മൾ അറിയാറില്ല. ഇത് ഈ ഫുൾ വ്ലോഗ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവേ. അങ്ങനെ ആദ്യത്തെ കാളെ കണ്ടിട്ട് വന്നിരുന്ന് ചീട്ടുകൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എല്ലാവരും കൂടെ. അതിൻ്റെ ഇടയ്ക്ക് അമ്പാടിയാണെങ്കിൽ സിപ്പപ്പ് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒരാൾക്ക് ഇവിടെ സിപ്പപ്പ് വേണം താനും, എന്നാൽ ചീട്ട് കളയുന്ന കണ്ണെടുക്കാനും വയ്യ. അതിന് എന്ത് പെപ്രാളം പിടിച്ചാൽ കുടിക്കുന്നതെന്ന് നോക്കി. ഇവിടെ പിള്ളേർക്കില്ല ഇത്ര വെപ്രാളമെന്ന് തോന്നുന്നു മുട്ടായും സിപ്പപ്പും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ. അതാണ്ടേ ഇതും പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേന് ഇതാ അടുത്ത കാള വന്നിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞപ്പോൾ ഞാനും വിഷ്ണുവിനും അമ്പാടിയും കൂടി അടുത്ത കാള ഇനി എവിടം വരെ എത്തിയെന്ന് നോക്കാൻ പോയതാണ്. നമ്മുടെ റോഡിന്റെ ആ വളവ് വരെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ തിരിച്ചു വന്നു.
അപ്പോഴെന്താ ചീട്ടുകളി അവിടെ തകർത്ത് കിടക്കുന്നതേ ഉള്ളായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അടുത്ത കാളയും വന്ന് അങ്ങനെ ഒരു 7-8 കാളയോളം നമ്മുടെ മുന്നിൽ കൂടെ തന്നെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എല്ലാ വീഡിയോയും എടുത്തിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേനും ഞങ്ങൾ അമ്പലത്തിലോട്ട് പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മുടെ മുന്നിൽ കൂടെ കയറി ഒരു ഇടവഴി കയറി കഴിഞ്ഞാൽ തൊട്ടപ്പുറത്താണ് അമ്പലം. ഇത് ഞങ്ങൾ റോഡ് വഴി പോകാൻ വേണ്ടിയിട്ട് കറങ്ങിപ്പോയതാണ്. പുറത്തുനിന്ന് വരുന്നവർ വരെ ആ ഇടവഴി തപ്പിപ്പിടിച്ച് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പം ഞങ്ങൾ മെയിൻ റോഡിൽ കൂടെ പോകാൻ വേണ്ടിയിട്ട് തിരിഞ്ഞു പോയതാണ് കേട്ടോ. പക്ഷേ ക്രോസിനകത്തല്ല മറ്റേ ബ്ലോക്കിനകത്ത് പെട്ടുപോയി. പിന്നെ കുറച്ച് സമയമൊക്കെ അവിടെയൊക്കെ നോക്കി നിന്നു കേട്ടോ. ഒരു കാളയെ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതായിരുന്നു അത്രയും ബ്ലോക്ക്. അത് മാത്രമല്ല ഭയങ്കര ആളുണ്ടായിരുന്നു കേട്ടോ. ഇത്രയും ആ റോഡില്ല, ഞങ്ങളുടെ മുന്നിൽ കാണുന്ന റോഡിലെ തിരക്കാണ് ഈ കാണുന്നത് മൊത്തം. പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു വന്ന് ആ ഇടവഴി തന്നെ കയറി പോവാന്ന് വിചാരിച്ചു കേട്ടോ. തിരക്ക് ഈ ഏരിയയിൽ ഒന്നും കറണ്ട് ഇല്ല കേട്ടോ. ഇനി നാളെ ഉച്ചയൊക്കെ ആകുമ്പോഴത്തേനേ ആ കറണ്ട് വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ നേരെ അമ്പലത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അമ്പലത്തിൽ വന്നപ്പോൾ കുറച്ച് കാളകൾ മാത്രമേ കയറിയിട്ടുള്ളായിരുന്നു കേട്ടോ. മെയിനായിട്ടുള്ള കാളകളൊന്നും കയറിയിട്ടില്ലായിരുന്നു. അതൊക്കെ നല്ല സമയം എടുക്കും കേട്ടോ. രാത്രി ഒരു 2 മണി 3 മണിയൊക്കെ ആവും എല്ലാം ഒന്ന് കയറി വരാൻ വേണ്ടിയിട്ട്. അന്നദാന മന്ദിരത്തിന് സമീപമെത്തി കണ്ടുമുട്ടണമെന്ന് അറിയിക്കുകയാണോ? ചില കാളകളുടെ മുന്നിലൊക്കെ DJയും പാട്ടും മേളവും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ഇന്നല്ല, കാളയുടെ മുന്നിൽ നാളെ പരിപാടി നടക്കും. 28 ഓണത്തിൻ്റെ പിറ്റേന്നാണ് കാളയുടെ മുന്നിലൊക്കെ അടിപൊളി പരിപാടിയൊക്കെയാണ് കേട്ടോ. ഞാനത് വീഡിയോ എടുത്തിടാവേ. ഈ വട്ടം മറ്റേ ഗാനമേളയും അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് നടക്കും കേട്ടോ പിറ്റേ ദിവസം. അന്നാണ് ഭയങ്കര രസം ശരിക്കും പറഞ്ഞാൽ. അവിടെ ഒരു കാളയുടെ മുന്നിലാണെങ്കിൽ DJ പ്രോഗ്രാം ഒക്കെ നടക്കുമായിരുന്നു കേട്ടോ. എല്ലാവരും ഭയങ്കര ഡാൻസും മേളവും ഒക്കെ ആയിരുന്നു. അത് കണ്ടപ്പോഴത്തേനും ഇവിടെ ഒരാളങ്ങ് ഉണർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടുത്തെ ഡാൻസിന് ഉണർന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണെങ്കിൽ മാളും ആരോടും ഒന്നും മൈൻഡ് ചെയ്യാതൊക്കെ നിൽക്കുന്നെന്നും പറഞ്ഞ് വിഷ്ണുണം മാളുവിനെ പിടിച്ച് ചുമ്മാ ഡാൻസ് ഒക്കെ കളിപ്പിക്കാൻ നോക്കുമായിരുന്നു. അപ്പോൾ ഭയങ്കര ഇൻട്രോവേർട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് അവളെ ഒന്ന് ഇളക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. പിന്നെ ഇതൊക്കെ കൂടെ കണ്ടപ്പോഴത്തേന് പിള്ളേരെല്ലാവരും ഭയങ്കരമായിട്ട് ഇളകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് സമയമൊക്കെ അവിടെ കറങ്ങി നടന്നു കേട്ടോ. സിദ്ധുവിനെ നമുക്ക് ഇന്ന കാളയെ കാണിച്ച് വേറെ കാളയാണെന്നൊന്നും പറഞ്ഞ് പറ്റിക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ. കാരണം അവനിങ്ങനെ ഓരോ സൂക്ഷ്മ പരിശോധന നടത്തി വെച്ചേക്കുമായിരിക്കും കാളയുടെ മുഖത്തും നെറ്റിപ്പട്ടത്തിനും എല്ലാവേ. അപ്പം അവൻ ഭയങ്കര കാലഭൈരവൻ ഫാനാണ്. കാലഭൈരവനാണെന്നും പറഞ്ഞ് വേറൊരു കാളയെ കാണിച്ച് പറ്റിക്കാനൊന്നും പറ്റത്തില്ല. നമ്മളോട് പറയാൻ പറ്റത്തില്ല അതല്ല കാലഭൈരവൻ എന്ന് പറഞ്ഞ് കറക്റ്റ് അവൻ ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മളോട് ഇങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ സിദ്ധുവിന് കാലഭൈരവനെ കാണണമെന്നും പറഞ്ഞ് അങ്ങോട്ട് പോയതാണ്. ശരിക്കും പറഞ്ഞാൽ കാലഭൈരവനെ ഓണാട്ട് കതിരവനെ എല്ലാത്തിനെയും ഒന്നിച്ചൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം വരുന്നതായിരിക്കും കറക്റ്റ് എല്ലാം നിരത്തിയിട്ട് ഭയങ്കര നല്ല ഭംഗിയാണേ. ഞങ്ങൾ അന്നേരം കുറച്ച് നേരം അവിടെയൊക്കെ കറങ്ങി നടന്നിട്ട് കടലയും കോളിഫ്ലവറും ഒക്കെ വാങ്ങിച്ച് കഴിച്ചു കേട്ടോ. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം കണ്ടു നിന്നിട്ട് എനിക്ക് പാനിപ്പൂരി വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാനിപ്പൂരി മേടിക്കാൻ വേണ്ടി വിഷ്ണു പോയതാണ്. ഇതെല്ലാം മേടിച്ചെന്നാൽ വിഷ്ണു എന്നാണ് കേട്ടോ. ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെ ഓരോ സാധനങ്ങൾ മേടിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ ക്ഷീണിച്ച് ഇനി വീട്ടിൽ പോയി കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്നും പറഞ്ഞ് പോയി കേട്ടോ. എന്നിട്ട് 12 മണി 12:30 ആയപ്പോഴാണ് പിന്നെ തിരിച്ച് അമ്പലത്തിലോട്ട് പോകുന്നത്. വീട് ഇത്ര അടുത്തായതിൻ്റെ ഒരു ഏറ്റവും വലിയ ഗുണം അതാണ്. നമ്മൾ ക്ഷീണിക്കുമ്പോൾ പോയി കുറച്ച് സമയം റെസ്റ്റ് എടുത്തിട്ട് പിന്നെ പതുക്കെ വന്നാൽ മതി. ഇപ്പോൾ ഒരു 12:30 കഴിഞ്ഞപ്പോൾ വന്നപ്പോഴത്തേന് ഏകദേശം ആളുകളൊക്കെ കയറിയിട്ടുണ്ടായിരുന്നേ. എന്നിട്ടും ബാക്കിയുള്ളതൊക്കെ ഒരുപാട് കയറാനുണ്ടായിരുന്നു കേട്ടോ. ഈ കാളയും കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവൻ എൻ്റെ കൂട്ടുകാരനാണേ. ഈ കാളയെ കണ്ടോ, ഇങ്ങനെ ഒരുപാട് വെറൈറ്റി കാളകളൊക്കെ ഉണ്ട് കേട്ടോ. മുമ്പ് ഈ ചുവപ്പും വെള്ളയും കാളകളെ കിട്ടുന്നതെന്ന് പറയുന്നത് ശിവപാർവതി സങ്കല്പത്തിലാണ് കേട്ടോ കിട്ടുന്നത്. അങ്ങനെ ഒരുപാട് ആചാരങ്ങളും കാര്യങ്ങളും ഒക്കെ ഇതിന്റെ പുറകിലുണ്ട്. രാത്രി നിലാവിന്റെ ആ വെളിച്ചവും ലൈറ്റ്സും ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ 12:30 കഴിഞ്ഞിട്ട് വന്നപ്പോഴാണ് ശരിക്കും ആ ഭംഗി കാണാനുണ്ടായിരുന്നതായിട്ട് തോന്നിയതേ. അതിന്റെ ഇരുവശങ്ങളിലും വെച്ചിട്ടുള്ള
നന്ദികേശന്മാരെ സൗകര്യപ്രദമായ രീതിയിൽ വെക്കുവാൻ അറിയിക്കുകയാണ്. ഭക്തിയാദരവോടെ അമ്പലചുംബികളായ ഘട്ടോത്സവങ്ങൾ ഈ പുണ്യഭൂമിയിലേക്ക് ഏറെ ഭക്തിയാദരവോടെ എഴുന്നള്ളുകയാണ്. നമ്മൾ രണ്ടാമത് വന്നപ്പോഴല്ലോ കുഞ്ഞാച്ചി അവിടെ ഉറക്കി കിടത്തിയിട്ടാണ് വന്നത്. പക്ഷെ വന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പണി കിട്ടി. വീട്ടിൽ നിന്ന് വിളി വന്ന് കുഞ്ഞാച്ചി ഉണർന്നിട്ട് നമ്മളെ തിരക്കുന്നെന്ന് പറഞ്ഞ് അങ്ങനെ അമ്മ ഞങ്ങളെ അവിടെ ഇരുത്തിയിട്ട് കുഞ്ഞാച്ചിയെ വിളിക്കാൻ വേണ്ടി പോയി കേട്ടോ വീട്ടിലോട്ട്. തോർത്തൊക്കെ കൊണ്ട് എവിടെ വന്നതാ കേട്ടോ. എന്നിട്ട് കരഞ്ഞോടി നീ? കരഞ്ഞോ? എന്തിന്? ഇപ്പൊ സമയം എത്ര ആയെന്നറിയാവോ കുഞ്ഞാച്ചി? എത്രയായി? 2 മണിയായി. രാത്രി 2 മണി. ഉറങ്ങണ്ടായോടി? നീ എന്തിനാടി വീട്ടിൽ ഉറക്കി കിടത്തിട്ട് വന്നേല്ലേ? നീ എന്തിനാ കരഞ്ഞേ? പറ, എന്തിനാടി കരഞ്ഞേ? ഇതാണ് കേട്ടോ നമ്മുടെ കള അമ്പലക്കര കൊമ്പൻ. അതിന്റെ ഫ്രണ്ടിൽ പോയി ഇന്ന് കുഞ്ഞാച്ചി കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കേട്ടോ. അമ്പാടിയും കുഞ്ഞാച്ചിയും കൂടെ കുറെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എന്നെ കൊണ്ട് എടുപ്പിച്ച് അതിന്റെ മുന്നിൽ നിന്ന്. ഇത് നമ്മുടെ സ്വന്തം കാലഭൈരവൻ, അടുത്ത് കിടക്കുന്നത് ഓണാട്ട് കതിരവനെ. ഇത് നോക്കിക്ക്, ഇത് സ്വർണ്ണക്കാളയാണ് കേട്ടോ. ഇത് പഞ്ചലോഹങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയ നന്ദികേശനാണേ. ഇത് വന്നിട്ട് ലോകത്തിലെ ഏറ്റവും ചെറിയ കെട്ടുകളയാണ് കേട്ടോ. ഏഷ്യൻ റെക്കോർഡൊക്കെ കിട്ടിയതാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ അത് നോക്കിയിട്ട് എനിക്ക് കണ്ണുകൊണ്ട് പോലും കാണാൻ പറ്റുന്നില്ല, അത് അത്രയ്ക്ക് ചെറുതാണേ. സൂം ചെയ്ത് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ടെങ്കിലും കറക്റ്റായിട്ട് എനിക്ക് വ്യക്തമാവുന്നില്ല. അത് എൻ്റെ കണ്ണിൻ്റെ കുഴപ്പമാണോ എന്ന് അറിഞ്ഞുകൂടാ. അപ്പോഴത്തേനും ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളൊരു ചായക്കട കണ്ടുപിടിക്കാൻ പോവുകയാണ് ചായ കുടിക്കാനായിട്ട്. കാരണം മെയിനായിട്ട് ഇവിടെ കിടന്ന് തന്നെ ഈ രാത്രി ഫുള്ള് കറങ്ങുന്നതിൻ്റെ കാരണം അവിടെ കറണ്ടില്ലാതെ അവിടെ പോയി കിടന്ന് ഉറങ്ങുന്നത് ഒരു ടാസ്ക്കാണ്. ഇതാകുമ്പോൾ നമ്മൾ സമയം പോകുന്നതും അറിയത്തില്ല, കറണ്ട് ഇല്ലെന്നുള്ള കാര്യവും ഓർക്കത്തില്ല. അങ്ങനെ നമ്മളൊരു ചായക്കട കണ്ടുപിടിച്ച് ചായ കുടിക്കാൻ കയറി ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും കൂടെ. അപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ കുഞ്ഞാച്ചിക്ക് ഇട്ടാപ്പൊട്ടി വേണമെന്ന് പറഞ്ഞാൽ അത് മേടിക്കാൻ പോയി. ഇട്ടാപ്പൊട്ടി എന്ന് പറയുന്നത് മറ്റേ എറിഞ്ഞു പൊട്ടിക്കുന്ന പടക്കം ഉണ്ടല്ലോ, അതാണ്. അതൊക്കെ മേടിച്ചുകൊണ്ട് കുറച്ച് സമയം കൂടെ അവിടെ നിന്ന് കറങ്ങി കേട്ടോ. ഇതൊക്കെ പലരും ഒരുപാട് ദൂരെ നിന്നൊക്കെ വരുന്നവരാണ് കേട്ടോ. ഒരു ദിവസം നിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ വരുന്നവരാണ് ഇവരൊക്കെ. അങ്ങനെ കുറേ സമയം കൂടെ അവിടെ നിന്നിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് വരാമെന്ന് പറഞ്ഞ് ഇറങ്ങിയപ്പോൾ രതീഷേട്ടൻ ഒരു സാരത്തിൽ സമ്മതിക്കത്തില്ല. രതീഷേട്ടൻ കുറച്ച് നേരം കൂടെ കറങ്ങണമെന്ന് പറഞ്ഞ് ഞങ്ങളെ പിടിച്ച് അവിടെ എത്തിയിട്ട് രതീഷേട്ടൻ പിന്നെ കറങ്ങാൻ പോയിട്ടുണ്ടായിരുന്നേ. ഈ വരുന്ന പ്ലാൻ പറയാതിരുന്നായിരുന്നു. അക്കയ്ക്കല്ലായിരുന്നോ രാത്രി വന്ന് ഇവിടെ ഇരിക്കേണ്ടത്? വെറുതെ ഇരുന്ന് രതീഷേട്ടനെ വിളിച്ചുകൊണ്ട് വന്നത് അക്കയാണ് കേട്ടോ. അക്കയ്ക്ക് ഇപ്പോൾ ഉറക്കം വരുന്നുണ്ട്, പക്ഷേ രതീഷേട്ടൻ വരുന്നില്ല. ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വ്ളോഗ്. നിങ്ങൾക്ക് ഞങ്ങളുടെ 28 ഇഷ്ടപ്പെട്ടോന്നും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോന്നും പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നന്ദികേശൻ ഏതാണ്? ഓണാട്ട് കതിരവനാണോ അതോ കാലഭൈരവനാണോ? ഏതാണെങ്കിലും കമന്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ.